Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയ എല്ലാവരും ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാ നോക്കിയിരുന്നോ? ഓക്കെ, ക്ലിയർ അല്ലേ അതൊക്കെ? ഇനി കഴിഞ്ഞ ദിവസം ചോദിച്ചില്ലേ, CMO ചീഫ് മെഡിക്കൽ ഓഫീസറും കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറും. നമ്മുടെ കാഷ്വാലിറ്റി ബേസ് ചെയ്തിട്ടാണ് CMO ചോദിക്കണമെന്നുണ്ടെങ്കിൽ അത് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. അതെല്ലാം ഹോസ്പിറ്റലിന്റെ ബേസ് ചെയ്തിട്ടാണ് സ്പെഷ്യൽ ആയിട്ട് എടുത്ത് ചോദിക്കും, കാഷ്വാലിറ്റി ബേസിസ്. അപ്പൊ CMO കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, മറ്റേതാണെങ്കിൽ ചീഫ് മെഡിക്കൽ ഓഫീസർ കേട്ടോ. ഒന്നുകൂടി പറയോ? ഞാൻ ഇപ്പൊ ജോയിൻ ആയിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസേ CMO 2 വന്നപ്പോ നിങ്ങൾ ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു, CMO എന്താ 2? കാഷ്വാലിറ്റി ബേസിസിലാണെങ്കിൽ അത് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. അതെല്ലാം ഹോസ്പിറ്റലിനെ ബേസ് ചെയ്ത് ചോദിക്കണമെങ്കിൽ ചീഫ് മെഡിക്കൽ ഓഫീസർ. മോക്ക് ടെസ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായി. ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോ തന്നെ ക്ലിയർ ആയിട്ടുണ്ടാവില്ലേ? നമുക്ക് അപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോ മനസ്സിലാവോ അത് ഏത് കാഷ്വാലിറ്റി? മോക്ക് ടെസ്റ്റ് കിട്ടിയ കഴിഞ്ഞ ദിവസത്താ, വ്യാഴാഴ്ചക്കലത്താ മോക്ക് ടെസ്റ്റിൽ ഉണ്ടായിരുന്നു അത്, ആ ക്വസ്റ്റ്യൻ. ക്ലിയർ ആയില്ല? അപ്പൊ മനസ്സിലായിട്ടുണ്ടായി ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോ? ഓക്കെ. ഇപ്പൊ എല്ലാവരും എന്താ ലേറ്റ് ആയിട്ടാണല്ലോ കയറണേ? 10:30-ക്കല്ലേ നിങ്ങൾക്ക് ക്ലാസ്? ഇല്ല മാം, 2 മിനിറ്റ് ലേറ്റ് ആയിട്ടുള്ളൂ. ഇല്ല, എല്ലാവരും പൊതുവെ എല്ലാവരും ഇപ്പൊ 50 പേരെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. നിങ്ങളുടെ ക്ലാസ്സിൽ സ്ട്രെങ്ത് ഒരുപാടുണ്ടല്ലോ അല്ലേ? ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ 180 എബവ് ഉണ്ടായിരുന്നതാ, ഇപ്പൊ കുറഞ്ഞു. അന്ന് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് അത് മാം തന്നത്? ക്വസ്റ്റ്യൻ നമ്പർ ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണെന്ന് തോന്നുന്നുണ്ട്. കാഷ്വാലിറ്റി ബേസിസ് CMO സ്റ്റാൻഡ്സ് ഫോർ എന്നും പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഓക്കെ ഓക്കെ, ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് കഴിഞ്ഞ ദിവസം എടുത്തത് കാഷ്വാലിറ്റി, അതല്ല എമർജൻസി, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ റെക്കോർഡ്സുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ തരം റെക്കോർഡുകൾ ഉണ്ടെന്ന്. ഇനി നെക്സ്റ്റ് സെക്ഷൻ, അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇത്രയും ഭാഗത്ത് ഉണ്ടോ? ഇല്ല? നമുക്ക് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് ദി ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസസ് ആർ. എന്തൊക്കെ ഫങ്ഷൻസ്, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുന്നത്? ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ആൻഡ് കറക്റ്റ് ലൈഫ് സേവിംഗ്
മെഡിക്കൽ കെയർ എന്താണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്നത് എങ്ങനെയുള്ള പേഷ്യൻസ് ആയിരിക്കും? സാധാരണ ഒരു നോർമൽ പേഷ്യന്റിനായിരിക്കോ കൊണ്ടുവരുന്നത്? അല്ലല്ലോ, പെട്ടെന്ന് ഒരു മെഡിക്കൽ കെയർ ആവശ്യമുള്ള പേഷ്യൻസിനായിരിക്കും. എമർജൻസി ആയിട്ട് അവർക്ക് എന്താണ് ട്രീറ്റ്മെന്റ് ആവശ്യം ഉണ്ടായിരിക്കും. എന്തെങ്കിൽ അറ്റാക്കോ അതല്ലെങ്കിൽ ആക്സിഡന്റോ അങ്ങനെ എന്തെങ്കിലും കേസുകളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം? ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ അവർക്ക് മെഡിക്കൽ കെയർ കൊടുക്കുക. എങ്ങനെയുള്ള കറക്റ്റ് ലൈഫ് സേവിങ്, അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള കറക്റ്റ് ആയിട്ടുള്ളതും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളതുമായ മെഡിക്കൽ കെയർ ആരോഗ്യക്ക് കൊടുക്കുക. നെക്സ്റ്റ്, ടു layers between with the courts and police in medico-legal cases whenever required. കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു അല്ലെ നമ്മ മെഡിക്കോ-ലീഗൽ കേസസ്. മെഡിക്കോ-ലീഗൽ കേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ റേപ്പ്, ആക്സിഡന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും വാക്തർക്കങ്ങൾ വന്ന് വരാം, അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കേസുകൾ, അങ്ങനെയുള്ള കേസുകളാണ് നമ്മ പോലീസിന്റെ അറിവിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കേണ്ടി വരുന്ന കേസുകളാണ് മെഡിക്കോ ലീഗൽ കേസസ്. അങ്ങനെയുള്ള കേസുകൾക്ക് ആവശ്യമെങ്കിൽ പോലീസുമായിട്ടും കോർട്ടുമായിട്ടും കോടതിയുമായിട്ടും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കുക, ഒരു ബന്ധം ഉണ്ടായിരിക്കുക. എന്താണ്? പോലീസിനോ അതല്ലെങ്കിൽ കോർട്ടിനോ ഈ വരുന്ന കേസുകൾ, ഇപ്പൊ റേപ്പാണ് വന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ വിവരങ്ങൾ കൊടുക്കാനായിട്ട് ഒരു റിലേഷൻ, ഒരു ബന്ധം ഉണ്ടായിരിക്കുക. ടു പ്രൊവൈഡ് നെക്സ്റ്റ് തേർഡ് വൺ, ടു പ്രൊവൈഡ് ആംബുലൻസ് സർവീസസ് ഫോർ pre-hospital care and transportation of patients to and from the hospital. എന്താണ്? ഒരു രോഗിക്ക് പെട്ടെന്ന് ആക്സിഡന്റ് പറ്റിയ സ്ഥലത്തേക്കോ അതല്ലെങ്കിൽ ഒരു പേഷ്യന്റിന് പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു അപ്പൊ അവർക്ക് ആംബുലൻസ് സർവീസ് ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഹോസ്പിറ്റലിലേക്ക് വരുന്നതിനായിട്ട് അവർക്ക് ആംബുലൻസ് സർവീസ് ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കുക, അത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ആ പേഷ്യന്റിനെ കൊണ്ടുവന്ന ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് സ്പെഷ്യൽ കെയറോ സ്പെഷ്യൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റോ അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പോകുന്നതിനായിട്ട് ആംബുലൻസ് സർവീസ് ലഭ്യമാക്കി കൊടുക്കുക. എന്താണ്? ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതിനോ അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിനോ ആംബുലൻസ് സർവീസ് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് അത് ലഭ്യമാക്കി കൊടുക്കുക. ടു ഫുൾഫിൽ ദ റോൾ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെന്റർ. എന്താണ്? ഇൻഫർമേഷന് വിവരങ്ങൾ കൊടുക്കുന്നതിനും കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നതിനുമുള്ള ഒരു സെന്റർ ആയിട്ട് പ്രവർത്തിക്കുക. എസ്പെഷ്യലി ഡ്യൂറിങ് ഡിസാസ്റ്റേഴ്സ്, എന്തെങ്കിലും ഡിസാസ്റ്റേഴ്സ് ദുരന്തങ്ങൾ, ഈ ഫ്ലഡ് വന്നില്ലേ, അതല്ല ഈ കൊറോണ ടൈമിൽ അപ്പൊ എന്താണ്? ഈ ഹോസ്പിറ്റലിൽ നിന്നല്ലേ, ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് അങ്ങനെയുള്ളവരല്ലേ നമുക്ക് ഇൻഫർമേഷൻസ് തന്നത്. ഇതിനു വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം, കൊറോണ വരാതിരിക്കാൻ നമ്മ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, മാസ്ക് വെക്കണം, നമ്മ എന്താണ് കൈ കഴുകണം, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് തന്നില്ലേ. അങ്ങനെയുള്ള എന്തെങ്കിലും ഡിസാസ്റ്റേഴ്സോ എന്തെങ്കിലും കമ്മ്യൂണിക്കബിൾ ഡിസീസസോ അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സെന്റർ ആയിട്ട് പ്രവർത്തിക്കുക. എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച് ആക്ടിവിറ്റീസ് ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. എന്താണ്? നമ്മുടെ മെഡിക്കൽ സ്റ്റാഫിന് ഈ എമർജൻസി ആൻഡ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന പേഷ്യൻസിന് എന്താണ്? എഡ്യൂക്കേഷൻ. അതായത് വരുന്ന പേഷ്യൻസ് നല്ല ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പൊ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് എങ്ങനെയാണ്? സാധാരണ നോർമൽ കേസിൽ വരുന്ന പേഷ്യൻസിനെ പോലെ അല്ല, അവർക്ക് നല്ല കെയറിങ് കിട്ടേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് അവർക്ക് ട്രെയിനിങ്ങും എഡ്യൂക്കേഷനൊക്കെ കൊടുക്കുക. ക്ലിയർ ആയോ അത്? ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ആൻഡ് കറക്റ്റ് ലൈഫ് സേവിംഗ് മെഡിക്കൽ കെയർ. എന്താണ്? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് എന്താണ്? പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് ആവശ്യമായിരിക്കും. അവരുടെ ലൈഫ് സേവ് ചെയ്യാനായിട്ട്, അവരുടെ ജീവൻ രക്ഷിക്കുന്നതിനായിട്ട്
ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു മെഡിക്കൽ കെയർ ആവശ്യമായിരിക്കും, ട്രീറ്റ്മെന്റ് ആവശ്യമായിരിക്കും. അപ്പൊ അതാർക്ക് ലഭ്യമാക്കി കൊടുക്കുക. ടു ലയൻസ് വിത്ത് ദ കോർട്സ് ആൻഡ് പോലീസ് ഇൻ മെഡിക്കോ ലീഗൽ കേസസ് വെനെവർ റിക്വയർഡ്. മെഡിക്കോ ലീഗൽ കേസസിൽ കോർട്ടുമായോ അതല്ലെങ്കിൽ പോലീസുമായോ എന്തെങ്കിലും റിലേഷൻ, ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ടെങ്കിൽ അത് സ്ഥാപിക്കുക. അവർക്ക് എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൊടുക്കുന്നതിന്, അതല്ലെങ്കിൽ കോർട്ടിൽ ഈ കേസിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ലഭ്യമാക്കി കൊടുക്കുക. ടു പ്രൊവൈഡ് ആംബുലൻസ് സർവീസ് ഫോർ പ്രീ ഹോസ്പിറ്റൽ കെയർ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പേഷ്യന്റ് ടു ആൻഡ് ഫ്രം ദി ഹോസ്പിറ്റൽ. ഈ രോഗിക്ക് ഈ ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്നതിനായിട്ട് അവർക്ക് ആംബുലൻസ് സർവീസ് ആവശ്യമുണ്ടെങ്കിൽ അത് ലഭ്യമാക്കുക. അതല്ലെങ്കിൽ ഈ രോഗിയെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നതുണ്ടെങ്കിലും അവർക്കും ആംബുലൻസ് സർവീസ് ലഭ്യമാക്കി കൊടുക്കുക. ടു ഫുൾഫിൽ ദ റോൾ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെന്റർ എസ്പെഷ്യലി ഡ്യൂറിംഗ് ഡിസാസ്റ്റേഴ്സ്. എന്തെങ്കിലും ദുരന്തങ്ങളോ അതല്ലെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഡിസീസസോ എന്തെങ്കിലും ആവശ്യമുള്ള സമയത്ത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെന്റർ ആയിട്ട് ഈ ഡീറ്റെയിൽസ് വരുന്ന ദുരന്തങ്ങൾക്ക് വരുന്ന അതിനോ അതല്ലെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഡിസീസസിനോ അതിന്റെ ഡീറ്റെയിൽസ് എന്താണ് ആളുകൾക്ക് ബോധവൽക്കരിക്കുന്നതിനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ സെന്റർ ആയിട്ട് പ്രവർത്തിക്കുക. എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച് ആക്ടിവിറ്റീസ് ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. ഈ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും ഒക്കെ കൊടുക്കുന്നതിനുള്ള ഒരു സ്ഥലമായി അത് ലഭ്യമാക്കുന്നതിനുള്ള ഒരു സെന്റർ ആയിട്ട് പ്രവർത്തിക്കുക. ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ്, hospital administration must ensure. hospital administration എന്തൊക്കെ കാര്യങ്ങൾ ഉറപ്പുവരുത്തണം? ഈ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് എന്തൊക്കെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഫസ്റ്റ്, the ED must be organized and administered to meet the health care needs of its population. എന്താണ് അവിടെ വരുന്ന its population ആണ് നമുക്ക് അവിടുത്തെ ആ ഹോസ്പിറ്റലില് കാഷ്വാലിറ്റി ആൻഡ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കാഷ്വാലിറ്റിയിൽ വരുന്ന ആളുകൾക്ക് നല്ല ഹെൽത്ത് കെയർസ്, നല്ല ട്രീറ്റ്മെന്റ് ലഭ്യമാക്കുന്നുണ്ടോ എന്ന് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് അവര് ഉറപ്പുവരുത്തുക. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കാഷ്വാലിറ്റിയില് അതല്ല ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ആളുകൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഹെൽത്ത് കെയർ, ഒരു ട്രീറ്റ്മെന്റ് ലഭ്യമാക്കുന്നുണ്ടോ എന്ന് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ്, ഓപ്പറേഷൻ ഓഫ് ED മസ്റ്റ് ബി ഗൈഡഡ് ബൈ റിട്ടൺ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് നടപ്പിലാക്കുന്ന കാര്യങ്ങൾക്ക് എന്താണ് ഒരു റിട്ടൺ പോളിസീസും ഒരു പ്രൊസീജിയേഴ്സും അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണെന്ന് ഒരു റിട്ടൺ പോളിസീസും എഴുതിയ പോളിസീസും പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. എന്താണ് നല്ല രീതിയിലാണോ എന്ന്, ആ ഹോസ്പിറ്റലിന്റെ പോളിസീസിനനുസരിച്ചാണോ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. മെഡിക്കൽ ആൻഡ് ദ നഴ്സിംഗ് ഡയറക്ടർ ഓഫ് ഹോസ്പിറ്റൽ along with the appropriate integration of auxiliary service must ensure quality and safety in emergency department ED. മെഡിക്കൽ ആൻഡ് ദ നഴ്സിംഗ് ഡയറക്ടർ, മെഡിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നഴ്സിംഗ് ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, of hospital along with the appropriate integration of auxiliary service must ensure quality and safety in എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എന്താണ് അതർ സെക്ഷനിലെ ആളുകളായിട്ട് ഒരു സഹകരണം ആവശ്യമുണ്ട് അല്ലേ?
ഇപ്പൊ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു കാർഡിയാക് അറസ്റ്റ്, അതായത് നെഞ്ചുവേദന അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ എന്താണ്, ഒരു കാർഡിയാക് സെക്ഷനിൽ ഒരു ഡോക്ടറുടെ അതല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്റ്റാഫുകളുടെ പ്രവർത്തനം ആവശ്യമായിട്ട് വരും. അതല്ല ഒരു കുഞ്ഞിനെയാണ്, ഒരു ചെറിയ കൊച്ചിനെയാണ് കൊണ്ടുവരുന്നത്, എന്താണ് പീഡിയാട്രിക് സെക്ഷനിലെ ഡോക്ടറുടെ സർവീസ് ആവശ്യമായിട്ട് വരും. അപ്പൊ എന്താണ്, അങ്ങനെയുള്ള ഈ ഹോസ്പിറ്റലിലുള്ള അതർ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഇന്റഗ്രേഷൻ, ഒരു ഏകോപനം കൂടി ഉറപ്പുവരുത്തണം. എന്താ, മെഡിക്കൽ, അതായത് മെഡിക്കൽ എന്നറിയുമ്പോൾ ഡോക്ടേഴ്സ്, അങ്ങനെയുള്ളത് നഴ്സിംഗ് ഡയറക്ടർ, അതായത് നഴ്സിംഗ് ഡയറക്ടറൊക്കെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റും കൂടി എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ സർവീസുകൾക്ക് ഒരു ഏകോപനം കൊണ്ടുവരണം മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുമായിട്ട്. Appropriateness of emergency care are continually monitored and evaluated. എന്താണ്, എമർജൻസി സെക്ഷനിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന്റെ കാര്യങ്ങൾ കെയർ കൊടുക്കുന്നതിനായിട്ട് അവരെന്താണ് കണ്ടിന്യൂസ് ആയിട്ട് അവര് ഇവാലുവേറ്റ് ചെയ്ത് വിലയിരുത്തണമെന്ന് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ, ഒരു വിലയിരുത്തല് ആവശ്യമാണ്. കൊണ്ടുവരുന്ന ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന് നല്ല രീതിയിലുള്ള കെയർ കിട്ടുന്നുണ്ടോ, അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ആണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നടത്തുന്നത്. അവിടെയുള്ള സ്റ്റാഫുകള് നല്ല രീതിയിൽ പേഷ്യൻസിനെ കെയർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടാവണം. The medical director should oversee all aspects of the practice of emergency medicines in ED. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എന്താണ്, ചില എമർജൻസി മെഡിസിൻസ് ഒക്കെ ഉണ്ടാവും. ഇപ്പൊ അറ്റാക്ക് ആയിട്ടോ അതല്ലെങ്കിൽ നെഞ്ചിൽ ബുദ്ധിമുട്ടായിട്ടോ വരുന്ന പേഷ്യൻസിന് കൊടുക്കുന്നതിനാ ഈ നാവിന്റെ അടിയിലിട്ടൊക്കെ ഒരു ഗുളിക കൊടുക്കാറുണ്ട്. അവര് ബുദ്ധിമുട്ട് മാറ്റി ഈ അറ്റാക്ക് മുൻപ് വന്നിട്ടുള്ള പേഷ്യൻസിന് എന്താണ്, പിന്നീട് എന്തെങ്കിലും നെഞ്ചിന് ബുദ്ധിമുട്ടോ എന്തെങ്കിലും കുഴച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് നാവിന്റെ അടിയിലുള്ള ഗുളികകളുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഇൻഫെക്ഷനോ അതല്ലെങ്കിൽ അങ്ങനെ അലർജീസോ ആയി വരുന്ന പേഷ്യൻസിന് കൊടുക്കേണ്ട ചില എമർജൻസി മെഡിസിൻസ് ഉണ്ട്. അങ്ങനെ ഓരോ സെക്ഷനിലും എമർജൻസി മെഡിസിൻസ് ഉണ്ട്. അതിന് ഈ മെഡിക്കൽ ഡയറക്ടർ അതിന്റെ ഈ എമർജൻസി മെഡിസിൻസിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതിന്റെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഈ എമർജൻസി മെഡിസിൻസ് എത്ര ഉണ്ടാവണം, എത്ര ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവണം എന്നൊക്കെ ഒരു കറക്റ്റ് ഇൻഫർമേഷൻ ഉണ്ട്, കറക്റ്റ് അളവൊക്കെ ഉണ്ടാവും. അതിന്റെ ഇതില് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. All new staff members should get a formal orientation program that addresses എന്താണ് ഈ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം, അതായത് ഒരു ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിക്കുക. അവർ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ച് ആ സ്റ്റാഫിന് ഒരു ട്രെയിനിങ് കൊടുക്കുക. ദ മിഷൻ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്, നമ്മിപ്പോ എന്ത് കാര്യങ്ങൾ ഒരു ചെയ്യുന്നുണ്ട് അതിനൊരു മിഷൻ ഉണ്ടാവും അല്ലേ. അപ്പൊ ഹോസ്പിറ്റലിന്റെ മിഷൻ എന്തായിരിക്കും, ഇപ്പൊ നമുക്ക് ജസ്റ്റ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ മിഷൻ ആണ് അറിയേണ്ടത്. അപ്പൊ എന്തായിരിക്കും അവിടെ കൊണ്ടുവന്ന പേഷ്യൻസിന്റെ ലൈഫ് സേവ് ചെയ്യുക എന്നുള്ളതായിരിക്കും അവിടുത്തെ മിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ അത് നല്ല രീതിയിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ മിഷൻ നല്ല രീതിയിൽ ഈ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ എൻഷുർ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഓഫ് ദി ED എന്താണ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ സ്റ്റാൻഡേർഡ് ആണോന്ന്, അതായത് കറക്റ്റ് അവിടുത്തെ പോളിസീസുകൾക്കും അവിടുത്തെ പ്രൊസീജിയേഴ്സിനും അനുസരിച്ച് സ്റ്റാൻഡേർഡായി നല്ല രീതിയിൽ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഈച്ച് മെമ്പർ ഓഫ് ദി ED സ്റ്റാഫ് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളുടെ റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവര് നല്ല രീതിയിൽ ഓരോ സ്റ്റാഫിനും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്, അവര് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. സ്റ്റാഫ് മസ്റ്റ് ഇംപ്രൂവ് their പ്രൊഫഷണൽ നോളജ് ആൻഡ് സ്കിൽസ് എന്താണ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകള് അവരുടെ സ്കിൽസും
അവരെ പ്രൊഫഷണൽ നോളജും എന്താണ് ഇംപ്രൂവ് ചെയ്യുക. അപ്പൊ എന്താ, ഓരോ പേഷ്യൻസ് പുതുതായി വരുന്ന പേഷ്യൻസിനനുസരിച്ചായിരിക്കും അല്ലെ അവരെ പ്രൊഫഷണൽ നോളജ് ഇൻക്രീസ് ചെയ്യാം. പുതിയ ആളുകളെ കൊണ്ടുവരുമ്പോഴായിരിക്കും അവിടെ നിന്നുള്ള ഡോക്ടർമാരും ചീഫ് നഴ്സുമാരൊക്കെ ചെയ്യുന്നത് കണ്ടും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരെ സ്കില്ലും ഇവരെ നോളജ് ഒക്കെ അവർക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവർക്ക് എക്സ്ട്രാ ഓറിയന്റേഷൻ പ്രോഗ്രാംസ് ഒക്കെ കിട്ടുമ്പോൾ ഇവരെ നോളജ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. Triage and screening of each patient must be performed by a physician or trained RN with EMT. Trained R അല്ല, trained RN, registered nurse with EMT. അപ്പൊ എന്താണ്, ട്രയേജിലെ അതല്ലെങ്കിൽ ഈ സ്ക്രീനിങ് സെക്ഷനിലെ ഈ പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോ അവരെ മോണിറ്ററൈസ് ചെയ്യില്ലേ, അവരെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്യൂലേ. അപ്പൊ ഒരു ഫിസിഷ്യന്റെ അതല്ലെങ്കിൽ ട്രെയിനഡ് രജിസ്റ്റേർഡ് നഴ്സിന്റെ അതല്ലെങ്കിൽ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. എലിജിബിൾ ആൻഡ് അപ്രോപ്രിയേറ്റ് ട്രയേജ് എന്ന് പറഞ്ഞാല് പേഷ്യൻസിന് ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് കൊണ്ടുവരുന്ന പേഷ്യൻസ് എന്തായിരിക്കും, ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസ് ആയിരിക്കില്ലേ. അപ്പൊ അവർക്ക് ആദ്യം നൽകുന്ന ചികിത്സന് പറയുന്നതാണ് ട്രയേജ്. ഇനി ഈ ട്രയേജിൽ മെയിൻ ആയിട്ട് എയിം ചെയ്യുന്നത് അവരെ സോർട്ട് ചെയ്യാം, ഈ ഹോസ്പിറ്റലിലുള്ള റിസോഴ്സസ് അവർക്ക് എത്രമാത്രം എഫക്റ്റീവായി അവരെ മെഡിക്കൽ നീഡിനനുസരിച്ച് കൊടുക്കാൻ പറ്റും എന്ന് നോക്കാം. ഇപ്പൊ ഓരോ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന ഓരോ പേഷ്യൻസിന്റെ അവസ്ഥ വ്യത്യസ്തരായിരിക്കും. ഇപ്പൊ ചിലവര് എന്താണ് ഭയങ്കര ഗുരുതരാവസ്ഥയിലായിരിക്കും, അവർക്ക് എന്താണ് എമർജൻസി ട്രീറ്റ്മെന്റ് കൊണ്ടുവരുന്ന പേഷ്യൻസ് ആയിരിക്കും, അവരെ റെഡ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുക. ഇപ്പൊ ബ്ലൂ ഗ്രീൻ ആണെങ്കിൽ അവരെന്താണ് മൈനർ ഇഞ്ചുറീസോ മൈനർ ഇൽനെസ് ഒക്കെ ആയിരിക്കും, അവർക്ക് ഒരു കുറച്ചു നേരം കഴിഞ്ഞാലും പ്രശ്നമില്ല അങ്ങനെയുള്ള. അപ്പൊ അവർക്ക് എന്താണ് അതിനുള്ള റിസോഴ്സസ് മതി അല്ലെ. അപ്പൊ എന്താണ് ഈ കൂടുതൽ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യൻസിനായിരിക്കും റിസോഴ്സസ് വേണ്ടത്. അപ്പൊ അതിന്റെ അനുസരിച്ചില് ഈ കൊണ്ടുവരുന്ന പേഷ്യന്റിനെ സോർട്ട് ചെയ്യുന്ന പറയുന്നതാണ് ട്രയേജ്. അപ്പൊ ട്രയേജിലോ അതല്ലെങ്കിൽ ഈ കൊണ്ടുവരുന്ന പേഷ്യന്റിനെ സ്ക്രീനിങ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു ഫിസിഷ്യന്റെ ഒരു ഡോക്ടറിന്റെ അതല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് നഴ്സിന്റെ അതല്ലെങ്കിൽ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്റെ സാന്നിധ്യം ഉണ്ടോന്ന് ഇവര് ഉറപ്പുവരുത്തണം. നെക്സ്റ്റ്, എലിജിബിൾ ആൻഡ് അപ്രോപ്രിയേറ്റ് മെഡിക്കൽ റെക്കോർഡ്സ് മസ്റ്റ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ. അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ എമർജൻസി സെക്ഷനിൽ കൊണ്ടുവരുന്ന ഓരോ പേഷ്യന്റിന്റെ റെക്കോർഡ്സ് എന്ത് ചെയ്യാം, നല്ല കറക്റ്റ് രീതിയിലുള്ള നല്ല റെക്കോർഡ്സ് സൂക്ഷിക്കുക. ദ മിനിമം സെറ്റ് ഓഫ് SOPs ഷുഡ് ബി അവൈലബിൾ ഫോർ. എന്തൊക്കെയായിരിക്കണം അതിലുണ്ടാകുന്നത്, SOP എന്ന് പറഞ്ഞത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. സ്റ്റാൻഡേർഡ് SOP സ്റ്റാൻഡേർഡ് എഴുതുന്നുണ്ടോ? SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. ഈ EDയില് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് കൊണ്ടുവരുന്ന പേഷ്യൻസിന്റെ കാര്യങ്ങള് സ്റ്റാൻഡേർഡ് ആയിട്ട് നടത്തണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് അവരുടെ കാര്യങ്ങൾ എന്താണ്, ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുന്നത് മുതൽ അവരെ കൊണ്ടുപോകുന്നത് വരെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. റിസീവിംഗ് ഓഫ് ദി പേഷ്യന്റ്, എന്താണ് പേഷ്യന്റിനെ സ്വീകരിക്കുക. രജിസ്ട്രേഷൻ ഓഫ് ദി പേഷ്യന്റ്, എന്നിട്ട് എന്ത് ചെയ്യാ അവരുടെ അപ്പൊ ഭയങ്കര ക്രിട്ടിക്കൽ കൊണ്ടുവരുന്ന പേഷ്യന്റിന് ആദ്യം നമ്മ എന്ത് ചെയ്യും, ട്രയേജ് കൊടുക്കും അല്ലെ. ഇതിൽ തിരിച്ചാണ് റിസീവിംഗ് ഓഫ് ദി പേഷ്യന്റ്, ആദ്യം എന്ത് ചെയ്യാം പേഷ്യന്റിനെ റിസീവ് ചെയ്യാം, എന്നിട്ട് രജിസ്ട്രേഷൻ ചെയ്യാം, ആ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്യാം. പിന്നെ ട്രയേജ് ഓഫ് ദി പേഷ്യന്റ്, അവർക്ക് ആദ്യം തന്നെ കൊണ്ടുവരുന്ന ഉടനെ തന്നെ അവർക്ക് എന്ത് ചെയ്യാം, അവരെ ലൈഫ് സേവ് ചെയ്യാനായിട്ട് ജീവൻ രക്ഷിക്കാനായിട്ട് ട്രയേജ് കൊടുക്കുക. ഇപ്പൊ കാർഡിയാക് അറസ്റ്റുമായി അതല്ലെങ്കിൽ നമ്മുടെ പേഷ്യന്റിനെ ഒന്നും എടുത്ത് നമ്മൾ CPR കൊടുക്കും ഇല്ലേ, അതാണ്
ട്രയേജ്, ഇപ്പൊ CPR ഒക്കെ ട്രയേജിൽ പെടുന്നതാ. ട്രയേജ് കൊടുക്കുക. ഷിഫ്റ്റിംഗ് ഓർ ട്രാൻസ്ഫർ വിത്ത് ഹോസ്പിറ്റൽ, എന്താണ് ഹോസ്പിറ്റലിന്റെ വേറെ ഏതെങ്കിലും സെക്ഷനിലേക്ക് ഈ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യേണ്ടതോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യുക. നെക്സ്റ്റ് റെഫറൽ ഓഫ് ദി പേഷ്യന്റ്, എന്താണ് ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്ന പേഷ്യൻസിന് ആദ്യം തന്നെ അവര് ഇതിനു വേണ്ടിയിട്ട് ട്രയേജ് കൊടുത്തു. അതെന്നിട്ട് അവരെ ചെക്ക് ചെയ്തതിനു ശേഷം അവർക്ക് ഒരു പ്രത്യേക ഇപ്പൊ തലക്കാണ് എന്തെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടുള്ളത്, തല അടിച്ചു വീഴ് അതല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റിയിട്ട് എന്താണ് തലക്കാണ് അവർക്ക് പ്രോബ്ലംസ് വന്നേക്കുന്നത് എന്തെങ്കിലും എന്ത് ചെയ്യാ, അതിന് ആ പേഷ്യന്റിനെ ആർക്ക് റെഫർ ചെയ്യും? നമ്മ ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ, ട്രയേജ് സെക്ഷനിലുള്ള ഡോക്ടർ ന്യൂറോന് റെഫർ ചെയ്യും. അതാണ് റെഫറൽ ഓഫ് ദി പേഷ്യന്റ്. എന്നിട്ട് ഇപ്പൊ റെഫറൽ ചെയ്ത് ആ പേഷ്യന്റ് കണ്ടെത്തി, ആ പേഷ്യന്റിന് ഡോക്ടർ കണ്ടതിന് ശേഷം വേറെ ഏത് പ്രശ്നങ്ങളൊന്നുമില്ല അതല്ലേ, അപ്പൊ എന്ത് ചെയ്യും? ആ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യും. ഡിസ്ചാർജ് ഓഫ് ദി പേഷ്യന്റ്. നെക്സ്റ്റ് ബ്രോഡ് ഇൻ ഡെഡ് കേസ്, എങ്കിലും ഇപ്പൊ കൊണ്ടുവന്ന പേഷ്യൻസ് ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു, അവരെ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല, അപ്പൊ അതെന്താണ് ഡെഡ് കേസ് ആണ്. അപ്പൊ അത് നോട്ട് ചെയ്യാം. കോഡ് ബ്ലൂ, കോഡ് ബ്ലൂ എന്ന് പറഞ്ഞാൽ ഈ കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു പേഷ്യൻസ് അല്ല, അപ്പൊ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന കാർഡിയാക് സെക്ഷനിലുള്ള ഡോക്ടേഴ്സിനും സ്റ്റാഫുകൾക്കും കൊടുക്കുന്ന ഒരു അലേർട്ടാണ് കോഡ് ബ്ലൂ. കോഡ് ബ്ലൂ ഈ കാർഡിയാക്, അതായത് ഹാർട്ട് കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു അലേർട്ടാണ്. അപ്പൊ ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലായിരിക്കുമല്ലോ ഇങ്ങനെയുള്ള എമർജൻസി പേഷ്യൻസിനെ കൊണ്ടുവരാം. അപ്പൊ ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് മൈക്കില് വിളിച്ച് പറയും കോഡ് ബ്ലൂ ആക്ടിവേറ്റഡ്, കോഡ് ബ്ലൂ ആക്ടിവേറ്റഡ്, കോഡ് ബ്ലൂ ആക്ടിവേറ്റഡ് എന്ന് 3 times വിളിച്ച് പറയും. അപ്പൊ ഈ കാർഡിയാക് സെക്ഷനുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സും സ്റ്റാഫുകളും ഈ ഇതിനു വേണ്ട എക്യുപ്മെന്റ്സ് ഒക്കെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്യും. ഇപ്പൊ കാർഡിയാക് സെക്ഷനിൽ അവരൊക്കെ എന്തായിരിക്കും, ആ സെക്ഷനിലായിരിക്കുമല്ലോ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവില്ല. അപ്പൊ ഈ അലർട്ട് കിട്ടിയ ഉടനെ തന്നെ ഇവരെല്ലാവരും എങ്ങോട്ട് വരും? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരും. ക്ലിയർ ആയോ? അത് കോഡ് ബ്ലൂ കിട്ടിയോ? ഓക്കെ. കോഡ് ബ്ലൂ എന്ന് പറഞ്ഞാല് കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോ ആ സെക്ഷനില് കാർഡിയാക് സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും ഡോക്ടേഴ്സിനും കൊടുക്കുന്ന ഒരു അലേർട്ടാണ്. അപ്പൊ അത് വിളിച്ചു പറയുന്നത് മൈക്കിലായിരിക്കും. എമർജൻസി ഡിപ്പാർട്ട്മെന്റില് മൈക്കിൽ നിന്ന് വിളിച്ചു പറയും കോഡ് ബ്ലൂ ആക്ടിവേറ്റഡ്, കോഡ് ബ്ലൂ ആക്ടിവേറ്റഡ്, കോഡ് ബ്ലൂ ആക്ടിവേറ്റഡ് എന്ന് 3 times വിളിച്ച് പറയുമ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ടുണ്ടാവും. അപ്പൊ പെട്ടെന്ന് തന്നെ ഈ പേഷ്യൻസിന് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? അത് നെക്സ്റ്റ് മെഡിക്കോ ലീഗൽ കേസസ്. മെഡിക്കോ ലീഗൽ കേസസ് എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ നമ്മൾ, ഈ റേപ്പ് അതല്ലെങ്കിൽ ആക്സിഡന്റ് അതല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമ, ഇപ്പൊ ആക്സിഡന്റ് പറ്റിയിട്ട് ട്രോമ സിറ്റുവേഷനിൽ കൊണ്ടുവരുന്ന, അതല്ലെങ്കിൽ പോയിസൺ അടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും സൂയിസൈഡ് അറ്റംപ്റ്റിന് വേണ്ടി എന്തെങ്കിലും പോയിസണിങ്ങോ അല്ലെങ്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത പേഷ്യൻസിനെയൊക്കെ കൊണ്ടുവരുമ്പോഴാണ് മെഡിക്കോ ലീഗൽ കേസുകളൊക്കെ വരുന്നത്. അതെന്താണ്? നമ്മ പോലീസിനെ ഇൻഫോം ചെയ്യേണ്ട കേസുകളാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ പറയുന്നതാണ് മെഡിക്കോ ലീഗൽ കേസസ്. നെക്സ്റ്റ് ക്ലിനിക്കൽ പ്രോട്ടോകോൾസ്. എന്താണ്? ഓരോന്നിനും എന്താ ഓരോ പ്രോട്ടോകോൾസ് ഉണ്ടാവും അല്ലെ. അത് നല്ല രീതിയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ ഉണ്ടാവും ഓരോ പ്രോട്ടോകോൾസ്, അവിടുത്തെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ലഭിക്കാനായിട്ട്, ഇപ്പൊ പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ലഭിക്കുന്നതിനായിട്ട് അത് നല്ല രീതിയിൽ വരുന്ന പേഷ്യൻസിന് അവിടുത്തെ ക്ലിനിക്കൽ പ്രോട്ടോകോൾസ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. പെരുമാറ്റച്ചട്ടങ്ങൾ, ക്ലിനിക്കൽ പ്രോട്ടോകോൾസ്, അവിടുത്തെ ക്ലിനിക്കലിലെ പെരുമാറ്റച്ചട്ടങ്ങൾ നല്ല രീതിയിലാണോ എന്ന് ഉറപ്പുവരുത്തുക. ക്ലിയർ ആയോ? എന്താ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെ കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നു? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുർ എന്താണ്? The ED must be organized and administrated to meet the health care needs of its population. അവിടെ വരുന്ന
പോപ്പുലേഷന്റെ അതല്ല, അവിടെ വരുന്ന പേഷ്യൻസിന്റെ ഹെൽത്ത് കെയറിന്റെ അടിസ്ഥാനത്തില് അവിടുത്തെ കാര്യങ്ങള് നടപ്പിലാക്കുക. ED-യിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ഓപ്പറേഷൻ ഓഫ് ED മസ്റ്റ് ബി ഗൈഡഡ് ബൈ റിട്ടൺ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. എന്താണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ ഓപ്പറേഷൻസ് നടത്തുന്നത് എന്താണ്? ആ ഹോസ്പിറ്റലിലുള്ള റിട്ടൺ പോളിസീസിന്റെയും നടപടിക്രമങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കണം. നെക്സ്റ്റ്, മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ഡയറക്ടർ ഓഫ് ഹോസ്പിറ്റൽ അലോങ് വിത്ത് ദ അപ്രോപ്രിയേറ്റ് ഇന്റഗ്രേഷൻ ഓഫ് auxiliary service must ensure quality and safety in ED. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങള് ക്വാളിറ്റി ഉള്ളതും നല്ല സേഫ് ഉള്ളതും ആക്കാനായിട്ട് എന്ത് ചെയ്യണം? ആ ഹോസ്പിറ്റലിലെ അതർ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഏകീകരണം ഉറപ്പുവരുത്തുക. Appropriateness of emergency care are continuously monitored and evaluated. എന്താണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി അവര് വിലയിരുത്തുകയും നിരീക്ഷിക്കുകയും വേണം. The medical director should oversee all aspects of the practice of emergency medicine in emergency department. എന്ത് ചെയ്യാം? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ എമർജൻസി മെഡിസിൻസിന്റെ വിവരങ്ങളെ കുറിച്ച്, ആസ്പെക്ട്സ് ലഭ്യതയെ കുറിച്ച് മെഡിക്കൽ ഡയറക്ടർ ഓവർസീ ചെയ്യണമെന്ന്, ആളുടെ അണ്ടറിലായിരിക്കണം, ആളുടെ മേൽനോട്ടത്തിലായിരിക്കണം. All new staff members should be get formal operation program that addresses. എന്താണ്? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പുതുതായി വരുന്ന സ്റ്റാഫുകൾക്ക് ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം അതല്ലെങ്കിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അവർക്ക് കൊടുക്കണം. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യും, എങ്ങനെ അവർക്ക് നല്ല രീതിയിലുള്ള മെഡിക്കൽ കെയർസ് കൊടുക്കാം, അവർക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം കൊടുക്കും. ഇപ്പൊ സ്കൂളിലാണെങ്കിലും ടീച്ചേഴ്സിന് കൊടുക്കാറില്ലേ ഓറിയന്റേഷൻ പ്രോഗ്രാം? അവര് കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം, അവരെ എങ്ങനെ രീതിയിലാണ് വിലയിരുത്തേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ട്രെയിനിങ് പ്രോഗ്രാംസും ഓറിയന്റേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഇപ്പൊ നടക്കണ്ടല്ലേ. അതേപോലെ ഈ ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പുതിയ സ്റ്റാഫുകൾക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാം നൽകുക. ദ മിഷൻ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ ഏതായിരിക്കും? ഹോസ്പിറ്റൽ ആയിരിക്കും അല്ലെ. ആ ഹോസ്പിറ്റലിലെ മിഷൻ നല്ല രീതിയിൽ നടത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഓഫ് ദി ED. ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നാണ് താഴെ കൊടുത്തിട്ടില്ലേ കുറെ. ലാസ്റ്റ്, the minimum set of SOPs should be available for നമുക്ക് കൊടുത്തിട്ടില്ലേ? കൊടുത്തിട്ടുണ്ടാ? കണ്ടത്? അതാണ്. Standard operating procedures of the ED. Responsibilities of each member of the ED staff. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഓരോ സ്റ്റാഫും അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ ഇതുകള് നല്ല രീതിയിൽ അവർക്ക് കൊടുത്ത കാര്യങ്ങള് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സ്റ്റാഫ് മസ്റ്റ് ഇംപ്രൂവ് ദയർ പ്രൊഫഷണൽ നോളജ് ആൻഡ് സ്കിൽസ്. എന്താണ്? ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അവരുടെ പ്രൊഫഷണൽ നോളജും സ്കിൽസുകളും എന്താണ് ഇംപ്രൂവ് ചെയ്യുക. ട്രയേജ് ആൻഡ് സ്ക്രീനിങ് ഓഫ് ഈച്ച് പേഷ്യന്റ് മസ്റ്റ് ബി പെർഫോംഡ് ബൈ എ ഫിസിഷ്യൻ ഓർ ട്രെയിനഡ് RN വിത്ത് EMT. എന്താണ്? ട്രയേജിലും ഈ പേഷ്യന്റിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെയും സ്ക്രീനിങ് ചെയ്യുന്നത്, നിരീക്ഷിക്കുന്നത് ഒരു ഫിസിഷ്യന്റെ അതല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് നഴ്സിന്റെ അതല്ലെങ്കിൽ ഒരു EMT എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ടെക്നീഷ്യൻ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്റെ മേൽനോട്ടത്തിലാണോ എന്ന് ഉറപ്പുവരുത്തുക. എലിജിബിൾ ആൻഡ് അപ്രോപ്രിയേറ്റ് മെഡിക്കൽ റെക്കോർഡ് മസ്റ്റ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ. എന്താണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റില്
കൊണ്ടുവരുന്ന ഓരോ പേഷ്യന്റിന്റെയും കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഒരു കറക്റ്റ് ഇൻഫർമേഷൻ ആയിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡ് സൂക്ഷിക്കുക. ഇനി SOP-യിൽ എന്തൊക്കെയാ പെടുന്നത്? സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്? റിസീവിംഗ് ഓഫ് ദി പേഷ്യന്റിനെ സ്വീകരിക്കുക, റിസീവ് ചെയ്യുക. രജിസ്ട്രേഷൻ ഓഫ് ദി പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ്, മെഡിക്കൽ റെക്കോർഡ്സ് തുടങ്ങാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക, രജിസ്ട്രേഷൻ ചെയ്യുക. ട്രയേജ് ഓഫ് ദി പേഷ്യന്റിന് ആദ്യം തന്നെ എന്ത് ചെയ്യുക? അവരുടെ ജീവൻ, ലൈഫ് സേവ് ചെയ്യുന്നതിനായിട്ട് ചികിത്സ കൊടുക്കുക, രോഗികൾക്ക് ആദ്യം നൽകുന്ന പ്രക്രിയ. ട്രയേജ് ഓഫ് ദി പേഷ്യന്റ്, ഷിഫ്റ്റിംഗ് ഓർ ട്രാൻസ്ഫർ വിത്തിൻ ഹോസ്പിറ്റൽ. എന്താണ്? വേറെ ഏതെങ്കിലും സെക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ കൊണ്ടുവന്ന പേഷ്യന്റിന് എന്താണ് വല്ല സ്കാനിങ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. റെഫർ, അതല്ലെങ്കിൽ ICUവിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, അപ്പൊ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. റെഫറൽ ഓഫ് ദി പേഷ്യന്റ്, വേറെ ഏതെങ്കിലും റെഫറൽ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. റെഫറൽ ഓഫ് ദി പേഷ്യന്റ്. ഡിസ്ചാർജ് ഓഫ് ദി പേഷ്യന്റ്, കൊണ്ടുവരുന്ന ചില പേഷ്യൻസിന് ചിലപ്പോൾ എന്ത് ചെയ്യുക, അവരെ പെട്ടെന്ന് തന്നെ അവർ സിറ്റുവേഷൻ സ്റ്റേബിൾ ആവും, അപ്പൊ അവരെ ഡിസ്ചാർജ് ചെയ്യുക. ബ്രോട്ട് ഇൻ ഡെഡ് കേസ്, ചില കേസിൽ എന്തുണ്ടാവും? ഡെഡ് കേസ് ഉണ്ടാവും, കൊണ്ടുവരുമ്പോൾ തന്നെ അവർ മരിച്ചു പോകുക, അതല്ലെങ്കിൽ ആക്സിഡന്റ് സംഭവിച്ച അറ്റ് ദ സ്പോട്ടിൽ തന്നെ ചിലരുടെ ജീവൻ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ. കോഡ് ബ്ലൂ, കാർഡിയാക് അറസ്റ്റുമായി കൊണ്ടുവരുന്ന ഒരു പേഷ്യന്റിന് കാർഡിയാക് സെക്ഷനിലുള്ള സ്റ്റാഫുകൾക്കും അത് കൊടുക്കുന്ന അലേർട്ട് ആവശ്യമെങ്കിൽ കൊടുക്കുക. മെഡിക്കോ ലീഗൽ കേസുകൾ ഉണ്ടെങ്കിൽ അത്. പിന്നെ ക്ലിനിക്കൽ പ്രോട്ടോകോൾസ്. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. എന്തൊക്കെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ്? ഗുണനിലവാര സൂചകങ്ങളിൽ ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങള് ക്വാളിറ്റി ഉണ്ടാവാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന്. അൺപ്ലാനഡ് റീ അറ്റൻഡൻസ് റേറ്റ്. അൺപ്ലാനഡ് റീ അറ്റൻഡൻസ് റേറ്റ് എന്ന് വെച്ചാല് ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസ് ചിലപ്പോ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവര് ഇത് ഓക്കെ ആയിട്ടുണ്ടാവും, ഹെൽത്ത് ഓക്കെ ആയി. ഇപ്പൊ ചിലപ്പോ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസ് ഒക്കെ എന്താണ്, അവർക്ക് വെന്റിലേറ്ററൊക്കെ കൊടുത്ത് അവർക്ക് മരുന്നുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവര് ഓക്കെ ആയി, നോർമൽ കണ്ടീഷനിലായി. അപ്പൊ അവര് നമ്മൾ എന്ത് ചെയ്യും? റൂമിലേക്കോ അതല്ലെങ്കിൽ വാർഡിലേക്കോ ഷിഫ്റ്റ് ചെയ്യും. പക്ഷെ പെട്ടെന്ന് തന്നെ അവരുടെ കണ്ടീഷൻ മോശമാവുകയാണ്. വീണ്ടും അവർക്ക് വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമായി വരുന്നത്, അതല്ലെങ്കിൽ അവർ ICUവിലേക്ക് വരേണ്ടിയൊക്കെ വരും. അപ്പൊ എന്താണ്, അവർക്ക് അൺപ്ലാനഡ് ആയിട്ടാണ് അല്ലെ അവരുടെ സിറ്റുവേഷൻ ഓക്കെ ആയതിനു ശേഷം നമ്മ അവരെ റൂമിലേക്കോ വാർഡിലേക്കോ ഷിഫ്റ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ അവർക്ക് എന്താണ് ബെറ്റർ ട്രീറ്റ്മെന്റ്, ബെറ്റർ കെയർ ആവശ്യമായിട്ട് വരികയാണ്. അപ്പൊ അങ്ങനെ അതിനെ പറയുന്നതാണ് അൺപ്ലാനഡ് റീ അറ്റൻഡൻസ് റേറ്റ്. ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയോ? എന്താണ് ഇപ്പൊ ICUവിൽ കിടക്കുന്ന പേഷ്യന്റ് അതല്ലെങ്കിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിനൊക്കെ എന്താണ് അവർക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ഡോക്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് അവരുടെ ഹെൽത്ത് ഒക്കെ ഓക്കെ, അവർ സ്റ്റേബിൾ ആയി. അപ്പൊ നമ്മ എന്ത് ചെയ്യും? ഒരു രോഗിയുടെ ബെറ്റർ ICUവിലേക്ക് കിടക്കുന്ന രോഗിയുടെ ബെറ്റർ ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അവരെ വാർഡിലേക്ക് അല്ലെങ്കിൽ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അല്ലേ? അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ കഴിയുമ്പോൾ അവരുടെ അവസ്ഥ പിന്നെയും മോശമാവണം, അവര് ഭയങ്കര ഗുരുതരാവസ്ഥയിലേക്ക് ഭയങ്കര മോശമായി പോവുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവരെ വീണ്ടും ICUവിലേക്ക് അല്ലെങ്കിൽ വെന്റിലേറ്ററിലേക്ക് മാറ്റും, വീണ്ടും ഷിഫ്റ്റ് ചെയ്യും ഉടനെ. അതിനെ പറയുന്നതാണ് അൺപ്ലാനഡ് റീ അറ്റൻഡൻസ് റേറ്റ്. ക്ലിയർ ആയോ? ഇപ്പൊ ക്ലിയർ ആയോ? നെക്സ്റ്റ് ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റില് എത്ര നേരം സ്പെൻഡ് ചെയ്ത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നല്ല എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് കിട്ടി, പെട്ടെന്ന് തന്നെ അവർക്ക് അവർക്ക് വന്ന ഇതിനൊരു ആശ്വാസം കിട്ടി,
അങ്ങനെയാണെങ്കിൽ എന്താണ് പെട്ടെന്ന് കിട്ടി ട്രീറ്റ്മെന്റ് ലഭിച്ചു. ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ. എന്താണ് ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ? ഇപ്പൊ ചില ഹോസ്പിറ്റലിൽ വന്നു കഴിയുമ്പോ എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഡോക്ടർ കാണാൻ വന്നു കഴിയുമ്പോ ചിലപ്പോ ഡോക്ടർ കാണാൻ പറ്റില്ല. അതല്ലെങ്കിൽ അങ്ങനെ തിരിച്ചു പോകുക. അതല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാ, ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നിട്ട് ആ പേഷ്യൻസിന് എന്ത് ചെയ്യാ, ബെറ്റർ ട്രീറ്റ്മെന്റ്, അവർ വിചാരിക്കുന്ന രീതിയിലുള്ള ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടാതെ വന്നിട്ട് അവരെന്താ അവിടെ നിന്ന് തിരിച്ചു പോവുക. അതിന് പറയുന്നതാണ് ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ. ഇതാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ട് അവർക്ക് ഡോക്ടർ കാണാൻ പറ്റാമെങ്കിൽ, അതല്ലെങ്കിൽ അവർക്ക് ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടാതെ വന്നിട്ട് അവർ അവിടുന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോകുക. ക്ലിയർ ആയോ? അത് ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ എന്ന് പറഞ്ഞ് ശരി, ക്ലിയർ ആയോ? നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ നിങ്ങൾ വേണമെങ്കിൽ ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെച്ചോട്ടാ. ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ്. എന്താണ്, ഒരു രോഗി വന്നിട്ട് അവരെ ഇനീഷ്യൽ അസസ്മെന്റിന് അവർക്ക് അവരെ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് ഇനീഷ്യൽ അസസ്മെന്റിന് വേണ്ടി നമ്മ ഓരോ കാര്യങ്ങൾ ചോദിക്കൂലേ? ഇപ്പൊ ആ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കല്ലേ, ആദ്യം തന്നെ നഴ്സുമാരാ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് തന്നെ ചോദിക്കും, ഇതിക്ക് മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടോ, എന്തെങ്കിലും വേറെ എന്തെങ്കിലും അസുഖങ്ങളായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ, ഇവർക്ക് ഇതിക്ക് മുൻപ് ഹാർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഒരു അസസ്മെന്റ് ചെയ്യും. ഒരു രോഗിനെ കുറിച്ച് ഒരു വിലയിരുത്തൽ നടക്കും അല്ലെ, അവിടുത്തെ അവർക്ക് കൊടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും അലർജി മരുന്നുകൾ കഴിക്കുമ്പോൾ എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടോ, അങ്ങനെ ഒരു അസസ്മെന്റ് നടത്തിയതിനു ശേഷമായിരിക്കും അവര് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയുള്ള ഒരു ഇനീഷ്യൽ അസസ്മെന്റിന് എടുക്കുന്ന സമയം. ടൈം ടു ട്രീറ്റ്മെന്റ്. എന്താണ്, ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് ട്രീറ്റ്മെന്റ് ആ പേഷ്യന്റിന് കൊടുക്കുന്നതിനുള്ള സമയം. എന്താണ്, ഈ എമർജൻസി ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന് എന്താണ്, പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് എന്ത് കൊടുക്കണം, ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഒരു ലാഗും സംഭവിക്കാൻ പാടില്ല. സർവീസ് എക്സ്പീരിയൻസ്. എന്താണ്, സേവന പരിചയം. ആ കൊണ്ടുവരുന്ന പേഷ്യൻസിന് അവിടെയുള്ള സേവന പരിചയം. ഇതെല്ലാം ഗുഡ് ആയാൽ മാത്രം എന്താണ്, ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ക്വാളിറ്റി നല്ല രീതിയിലായി പറയാൻ പറ്റുള്ളൂ അല്ലെ. ടൈം അധികം എടുക്കാൻ പാടില്ല, നല്ല സർവീസ് ആയിരിക്കണം അവർക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടേണ്ടത്. ട്രീറ്റ്മെന്റിന് വേണ്ടി എടുക്കുന്ന സമയം എന്തായിരിക്കും, കുറച്ച് ലാസ്റ്റ് ടൈം ആയിരിക്കണം എടുക്കേണ്ടത്. പിന്നെ എന്താണ്, ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ. അങ്ങനെ വരാൻ പാടുണ്ടോ? ഇല്ലല്ലോ. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന് ബെറ്റർ ട്രീറ്റ്മെന്റ് തന്നെ കൊടുക്കണം. എന്നാലേ ആ കൊണ്ടുവരുന്ന പേഷ്യന്റിന്റെ ലൈഫ് സേവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ അല്ലേ. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? എന്തെങ്കിലും റിപ്പീറ്റേഷൻ വേണോ? ഫോർത്താ ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ്. ഒരു രോഗിനെ കുറിച്ച് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന രോഗിനെ കുറിച്ച് ഇനീഷ്യൽ ആദ്യമായി അസസ്മെന്റ് വിലയിരുത്തുക. എന്താണ്, അവർക്ക് എന്തെങ്കിലും മുമ്പ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടോ, എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടോ, ഹാർട്ടുമായി സംബന്ധിച്ച് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നൊക്കെ ഡോക്ടർ അല്ലെങ്കിൽ നഴ്സുമാരെ നമ്മുടെ അടുത്ത് ആദ്യം തന്നെ ചോദിക്കില്ലേ. ഇനീഷ്യൽ അസസ്മെന്റ് നടത്തും അല്ലെ. ഈ രോഗിക്ക് ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ രോഗിയെ കുറിച്ച് അവരൊരു വിലയിരുത്തൽ നടത്തും. അതിന് പറയുന്നതാണ് ഇനീഷ്യൽ അസസ്മെന്റ്. അതിനെടുക്കുന്ന സമയം. തേർഡ്, ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സർവീസ്. എന്താണ്, ഈ ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് കൊണ്ടുവരുന്ന പേഷ്യൻസിന് എന്താണ്, ഡോക്ടർ കാണാൻ പറ്റാതെ അവിടെ നിന്ന് പോകേണ്ടി വരിക. അതല്ലെങ്കിൽ കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസിന് ഒരു ബെറ്റർ ട്രീറ്റ്മെന്റ്, ആ എമർജൻസി കൊണ്ടുവന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടാതെ അവരവിടെ നിന്ന് പോവുക. അതിന് പറയുന്നതാണ് ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ. ഇങ്ങനെയൊന്നും ഇല്ലാതിരിക്കണം അല്ലെ. അവിടുത്തെ ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ക്വാളിറ്റി നിലവാരം നല്ല രീതിയിലാക്കാൻ ഈ ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ ഒന്നും പാടില്ല അല്ലെ. കൊണ്ടുവരുന്ന പേഷ്യൻസിന് എന്ത് വേണം, ബെറ്റർ ട്രീറ്റ്മെന്റ് ലഭിക്കണം.
നെക്സ്റ്റ് സർവീസ് എക്സ്പീരിയൻസ്. ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ സർവീസ് എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കണം? ആ പേഷ്യൻസിന് എങ്ങനെയായിരിക്കണം? ഗുഡ് ആയിരിക്കണ്ടേ? നല്ല രീതിയിലായിരിക്കണം. സർവീസ് എക്സ്പീരിയൻസ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ സർവീസ് എക്സ്പീരിയൻസ്. ക്ലിയർ ആയോ? അത് എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ്, റോൾ ഓഫ് എമർജൻസി റൂം ക്ലർക്ക് ഓർ സെക്രട്ടറി. എമർജൻസി റൂമിലെ ക്ലർക്കിനും സെക്രട്ടറിക്കും അവിടുത്തെ സെക്രട്ടറിക്കുമുള്ള റോള് എന്താണെന്ന്. Interview patient to obtain biographic, demographic and financial data for registration purpose and enter information so gathered into hospital computer system. എന്താണ് ഈ ഹോസ്പിറ്റൽ ക്ലർക്ക് എന്ന് പറയുമ്പോൾ? എന്തായിരിക്കും? ഹോസ്പിറ്റലിലെ ക്ലർക്ക്. ഇവരെ ഇൻഫർമേഷൻസ് കൊണ്ടുവരുന്ന പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. അതായിരിക്കില്ല ഒരു ക്ലർക്കിന്റെ ഡ്യൂട്ടി. അപ്പൊ ഹോസ്പിറ്റൽ ക്ലർക്കിന്റെ ഡ്യൂട്ടി എന്തായിരിക്കും? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ എന്തായിരിക്കും? ആ കൊണ്ടുവരിക്കുന്ന പേഷ്യൻസിന്റെ ബയോഗ്രഫിക്കും ഡെമോഗ്രഫിക്കും ഫിനാൻഷ്യൽ ഡാറ്റയൊക്കെ എന്താണ്? ഇപ്പൊ ഒരു ഓപ്പറേഷൻ നടത്തണം, ഒരു വലിയ സർജറി ഉണ്ടെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഉള്ള പേഷ്യൻസ് ആയിരിക്കണം അല്ലെ? അതല്ലെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ ആയിട്ട് ആ പൈസ സെറ്റിൽ ചെയ്യാൻ പറ്റണം. അപ്പൊ അവര് ചോദിക്കൂലേ ഫിനാൻഷ്യലി അവരുടെ ബാക്ക്ഗ്രൗണ്ട് അറിയും. പിന്നെ ഈ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ്, എക്സ്, ഏജ്, മെറിറ്റൽ സ്റ്റാറ്റസ്, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ചോദിക്കൂലേ? അതൊക്കെ കമ്പ്യൂട്ടർ സിസ്റ്റത്തില് ഈ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നതിനായിട്ട് ഈ പേഷ്യൻസിന്റെ ബയോഗ്രഫിക്കും ഡെമോഗ്രഫിക്കും ഫിനാൻഷ്യൽ ഡാറ്റയൊക്കെ മനസ്സിലാക്കുക. Register emergency room patient file, retrieve medical records for the emergency room physician. The responsibilities for processing emergency room admission. എന്താണ്? എമർജൻസി റൂമിലെ അഡ്മിഷൻ എടുക്കുക. പിന്നെ ഈ എമർജൻസി റൂമിലെ ഫിസിഷ്യന് ഈ രോഗിയുടെ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിനായിട്ട് അവരെ മെഡിക്കൽ റെക്കോർഡ്സ് ആ ഹോസ്പിറ്റലിൽ ഈ കൊണ്ടുവരുന്നിരിക്കുന്ന പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്സ് മുൻപ് ആ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ മെഡിക്കൽ റെക്കോർഡ് വീണ്ടെടുത്ത് കൊടുക്കുക. പിന്നെ എമർജൻസി റൂമിലേക്ക് ആ പേഷ്യന്റിനെ, അതായത് അവരെ രജിസ്റ്റർ ചെയ്യിക്കുക, അവരെ ഫയൽ എടുത്തു കൊടുക്കുക, മെഡിക്കൽ റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് എടുത്തു കൊടുക്കുക. അതൊക്കെ ഈ ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ്. പ്രൊവൈഡ് എക്സെപ്ഷണൽ കസ്റ്റമർ സർവീസ്. എന്താണ്? നല്ല രീതിയിലുള്ള ഒരു കസ്റ്റമർ സർവീസ് ഇവർക്ക് ഈ വരുന്ന പേഷ്യൻസിനും അവരുടെ ഫാമിലീസിനും പ്രൊവൈഡ് ചെയ്യുക. കോർഡിനേറ്റ് ആക്ടിവിറ്റീസ് ഇൻ കണക്ഷൻ വിത്ത് അഡ്മിഷൻ ഓഫ് പേഷ്യന്റ് ഇൻ ദ ഹോസ്പിറ്റൽ ഓർ അതർ മെഡിക്കൽ ഫെസിലിറ്റീസ്. എന്താണ്? കോർഡിനേറ്റ് ആക്ടിവിറ്റീസ് ഇൻ കണക്ഷൻ വിത്ത് അഡ്മിഷൻ ഓഫ് പേഷ്യന്റ് ഇൻ ദ ഹോസ്പിറ്റൽ. ഈ ഹോസ്പിറ്റൽ കൊണ്ടുവരുന്ന എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്നിരിക്കുന്ന പേഷ്യൻസിനെ അഡ്മിഷൻ എടുക്കേണ്ടതോ അതല്ലെങ്കിൽ അവർക്ക് അതർ മെഡിക്കൽ ഫെസിലിറ്റീസ് ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പൊ ചില ഹോസ്പിറ്റലിൽ എന്താണ് നെക്സ്റ്റ് ഇപ്പൊ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്ന് അപ്പൊ അവർക്ക് ചിലപ്പോ സ്കാനിങ്ങോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെസ്റ്റുകളോ നടത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് അതർ മെഡിക്കൽ ഫെസിലിറ്റീസ്. അതിന്റെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ ക്ലർക്ക് അതിന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. Next, assesses patients' other needs from healthcare professionals like need of ambulance services or referrals. എന്താണ്? ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസിന് എന്താണ്? ആംബുലൻസ് സർവീസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് റെഫറൽ ചെയ്തിട്ട് വേറെ ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാനായിട്ട് റെഫറൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ആംബുലൻസ് സർവീസ് ലഭ്യമാക്കി കൊടുക്കുക. ഗ്രീവൻസ് റിഡ്രസൽ എന്ന് വെച്ചാല് ഈ കൊണ്ടുവരിക്കുന്ന പേഷ്യൻസിനോ അല്ലെങ്കിൽ അവരുടെ ഫാമിലീസിനോ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കുക. കോർഡിനേറ്റ് വിത്ത് അതർ ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ്സ് ഫോർ ബെഡ് അറേഞ്ച്മെന്റ്സ്. കൊണ്ടുവന്നിരിക്കുന്നവർക്ക് എന്തെങ്കിലും ബെഡ് അറേഞ്ച്മെന്റ്സ്, ബെഡ് എന്തെങ്കിലും റൂമോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ലഭ്യമാക്കുക. മേക്ക് ഷുവർ ദാറ്റ് MLC കേസസ് ആർ രജിസ്റ്റേർഡ്. മെഡിക്കോ ലീഗൽ കേസസ് ഒക്കെ കൊണ്ടുണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോന്ന്. എന്താണ് ഈ മെഡിക്കോ ലീഗൽ കേസുകൾ? ഈ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലുള്ള ഡോക്ടേഴ്സ്
എഴുതി ഫയലാക്കി അവരെന്ത് സീൽ ചെയ്യണം മെഡിക്കൽ ലീഗൽ കേസുകൾ. അങ്ങനെ അതിന്റെ പ്രോപ്പർ രീതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്സ് ലൈക്ക് DAMA പേഷ്യൻസ് എന്ന് വെച്ചാൽ DAMA എന്ന് പറഞ്ഞാല് ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്സ് ലൈക്ക് ദാമ പേഷ്യൻസ് എന്ന് വെച്ചാല് ഒരു രോഗിന് ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേഷ്യന്റിനെ ഒരു ഫിസിഷ്യനോ അതല്ലെങ്കിൽ ഒരു ഡോക്ടർ ഏതെങ്കിലും ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെ അഡ്മിഷൻ ആക്കിയിട്ടുണ്ട്. അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ്, ഈ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാണ്ട് അവർ സ്വന്തം ഇഷ്ടത്തിന് ഡിസ്ചാർജ് വാങ്ങിപ്പോവുക. ഈ രോഗിനെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാണ്ട് സ്വന്തമായിട്ട് ഡിസ്ചാർജ് വാങ്ങി പോവുക. ക്ലിയർ ആയത്? DMA ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അങ്ങനെയുള്ള പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, സൂക്ഷിക്കുക. അത് ക്ലിയർ ആയോ? ഇതൊന്നും പറയാത്തേ. Medical legal next, medical legal case is made based on patient's condition or unnatural case of injury, RD, etc. എന്താണ് ഈ മെഡിക്കൽ ലീഗൽ കേസസ് എന്തിന്റെ ബേസിസിലാണ്? പേഷ്യൻസിന്റെ കണ്ടീഷൻ പറഞ്ഞുതരാട്ടോ. 6th പോയിന്റ്, പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ച് അല്ലെങ്കിൽ അൺനാച്ചുറൽ കേസ് ഓഫ് ഇഞ്ചറി. ഏത് നാച്ചുറൽ? ഇപ്പൊ ഒരു ഉണ്ടായ സംഭവമാണ്. ഒരു ഹോസ്പിറ്റലില് ഒരു കൊച്ചിനെ, ഒരു ചെറിയൊരു കൊച്ചിനെ അമ്മ കൊണ്ടുവന്നു. എന്നിട്ട് പറയാണ് കൊച്ചു വീണിട്ട് ആ കൊച്ചിന് ബോധം നഷ്ടപ്പെട്ടു എന്ന് പറയാം. പക്ഷെ ആ ഡോക്ടർ നോക്കിയപ്പോ എന്താണ്, ആ കൊച്ചിന്റെ മേത്ത് ഒരുപാട് ക്ഷതങ്ങൾ, ഒരുപാട് അടി കിട്ടിയതിന്റെ ഇതിന്റെ പാടുകൾ ഉണ്ടായി. അപ്പൊ ഈ ഡോക്ടർക്ക് മനസ്സിലായി ഈ സ്ത്രീ കള്ളം പറയാണ്. അതിന് ഈ ഡോക്ടർ എന്ത് ചെയ്ത് പോലീസിനെ ഇൻഫോം ചെയ്ത് പോലീസുകാർ വന്ന് ഈ സ്ത്രീനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് അറിയാൻ പറ്റിയത് ഈ സ്ത്രീ ആ കുഞ്ഞിനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ആ കൊച്ചിനെ എന്തൊക്കെയോ ചെയ്ത് ഉപദ്രവിച്ചതാണെന്ന്. അതാണ് അൺനാച്ചുറൽ കേസ് ഓഫ് ഇഞ്ചറി. ഇഞ്ചറിയുടെ അൺനാച്ചുറൽ, ഒരു സ്വാഭാവികത ഇല്ലാതിരിക്കരുത്. ഇപ്പൊ ഡോക്ടേഴ്സിനൊക്കെ അറിയാൻ പറ്റും. ഒരു പേഷ്യന്റിനെ പരിശോധിക്കുമ്പോൾ അവർക്ക് വന്ന ഇഞ്ചുറീസ് എന്താണ്, ഇൽനെസ് എന്താണ്, സ്വാഭാവികമായി വന്നതാണോ അതല്ല എന്തെങ്കിലും വാക്ക് തർക്കത്ത് അല്ലെങ്കിൽ പിടിവലിയുടെ പേരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ഷതങ്ങൾ സംഭവിച്ചതാണോ, അങ്ങനെയുള്ള അൺനാച്ചുറൽ കേസ് ഓഫ് ഇഞ്ചറി. അതല്ലെങ്കിൽ RTA എന്താണ്, റോഡ് ആക്സിഡന്റുകൾ വന്നിട്ട് റോഡ് ട്രാഫിക് ആക്സിഡന്റുകൾ അങ്ങനെ വരുന്ന കേസുകളൊക്കെയാണ് മെഡിക്കൽ ലീഗൽ കേസസ്. Records of such cases are entered in the medical legal register with the details of patients and accident and the patient case file stamped as medical legal. എന്താണ് ഇങ്ങനെയുള്ള കേസുകൾ എന്ത് പറഞ്ഞാണ് അവര് റെക്കോർഡ് ചെയ്യുന്നത്? മെഡിക്കൽ ലീഗൽ രജിസ്റ്റർ എന്നും പറഞ്ഞിട്ടാണ് അവര് എൻറ്റർ ചെയ്യുന്നത്. വിത്ത് ഡീറ്റെയിൽസ് ഓഫ് പേഷ്യൻസ് ആൻഡ് ആക്സിഡന്റ്. എന്താണ് അതിലെ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസും, ആക്സിഡന്റിനാണെങ്കിൽ ആക്സിഡന്റ്, വേറെ അല്ലെങ്കിൽ അൺനാച്ചുറൽ ഇഞ്ചുറീസ് ആണെങ്കിൽ അതൊക്കെ അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ആൻഡ് ദ പേഷ്യന്റ് കേസ് ഫയൽ സ്റ്റാമ്പഡ് ആസ് മെഡിക്കൽ ലീഗൽ എന്ന് പറഞ്ഞ് അവര് ആ ഹോസ്പിറ്റലിലെ ഡോക്ടറിന്റെയും സ്റ്റാമ്പ് ചെയ്യും മെഡിക്കൽ ലീഗൽ. അവർക്ക് ആ റെക്കോർഡ് എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ദ ലോക്കൽ പോലീസ് സ്റ്റേഷൻ ഈസ് ഇൻഫോംഡ് ഇമ്മീഡിയറ്റ്ലി. എന്നിട്ട് ഇവരെന്ത് ചെയ്യും? പോലീസിനെ ഇൻഫോം ചെയ്യും. കാഷ്വാലിറ്റി ഇൻചാർജ് വിൽ ബി ഇൻഫോമിംഗ് ദ പോലീസ്. അതാണ് കാഷ്വാലിറ്റിയിലെ ആർക്കാണോ ചാർജ് അവരായിരിക്കും ഇൻഫോം ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ ദ കാഷ്വാലിറ്റി ഇൻചാർജ് ഓർ ട്രീറ്റിംഗ് കൺസൾട്ടൻസ് ഇൻസ്ട്രക്ഷൻ. എന്തിന്റെ ബേസിലായിരിക്കും? കാഷ്വാലിറ്റിയില്ല ഡോക്ടേഴ്സിന്റെ, കൺസൾട്ടിങ് ഡോക്ടേഴ്സിന്റെ ഇൻസ്ട്രക്ഷന്റെ, അവരുടെ ഇതിന്റെ ഈ ഇൻസ്ട്രക്ഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവര് പോലീസിനെ ഇൻഫോം ചെയ്യുന്നത്. മെഡിക്കൽ ലീഗൽ കേസസ് പോലീസിനെ ഇൻഫോം ചെയ്യുന്നത്. ഗ്രീവൻസ് റിട്രീവൽ റിഡ്രസൽ എന്ന് പറഞ്ഞാല്
എന്തെങ്കിലും കൊണ്ടുവരുന്ന പേഷ്യൻസിനോ അതല്ലെങ്കിൽ അവരുടെ ഫാമിലീസിനോ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ഈ ക്ലർക്ക് എന്ത് ചെയ്യണം? പരിഹരിച്ചു കൊടുക്കണം. അതാണ് ഗ്രീവൻസ് റിഡ്രസൽ. ക്ലിയർ ആയോ? ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? റോൾ ഓഫ് എമർജൻസി റൂം ക്ലർക്ക് ഓർ സെക്രട്ടറി. എന്താണ് എമർജൻസി റൂമിലെ ക്ലർക്ക് എന്ത് ചെയ്യുക? ഈ കൊണ്ടുവരുന്ന പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് കമ്പ്യൂട്ടറിൽ MLC പറഞ്ഞത് ഞാൻ ഇപ്പൊ കേറിയിട്ടുള്ളൂ. MLC എന്താണ്? 10:30 ക്ലാസ് തുടങ്ങിയിട്ട് 11:30 ആകുമ്പോഴാണ് കേറണേ. എന്താ പറ്റി? എന്ത് പറ്റി? MLC എന്ന് പറഞ്ഞാല് മെഡിക്കോ ലീഗൽ കേസസ്. ഈ റേപ്പ് അതല്ലെങ്കിൽ അൺനാച്ചുറൽ കേസ് ഓഫ് ഇഞ്ചറി അതല്ലെങ്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് അങ്ങനെയുള്ള കേസസ് ഒക്കെ ഇല്ലേ? അതൊക്കെ എന്താണ്? നമ്മൾ പോലീസിന് ഇൻഫോം ചെയ്യേണ്ടേ? അങ്ങനെയുള്ള പോലീസിന് ഇൻഫോം ചെയ്യേണ്ട കേസുകളെ പറയുന്നതാണ് മെഡിക്കോ ലീഗൽ കേസസ്. ക്ലിയർ ആയത്? RTA എന്ന് വെച്ചാലെന്ന്? RTA എന്ന് പറഞ്ഞാൽ റോഡ് ട്രാഫിക് ആക്സിഡന്റ്. റോഡ് ട്രാഫിക് ആക്സിഡന്റ്. DAMA എന്ന് പറഞ്ഞാല് ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ഒരു ഡോഗിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ ഉണ്ടാവും അല്ലെ? ഒരു ഫിസിഷ്യനോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ഉണ്ടാവും. അപ്പൊ അവരുടെ നിർദ്ദേശപ്രകാരം അല്ലാണ്ട് ഈ പേഷ്യന്റിന്റെ ഡിസ്ചാർജ് വാങ്ങി പോവുക. ദേവി ക്ലിയർ ആയത്? DMA ക്ലിയർ ആയ? RTA റോഡ് ട്രാഫിക് ആക്സിഡന്റ് കേസുകള്, റോഡിൽ നടക്കുന്ന ആക്സിഡന്റ് കേസുകള്. MLC മെഡിക്കോ ലീഗൽ കേസ്. മെഡിക്കോ ലീഗൽ കേസ് ഈ പോലീസിന് ഇൻഫോം ചെയ്യേണ്ട കേസസ് ഉണ്ടാവൂലേ ഹോസ്പിറ്റലില്? ഈ റേപ്പ് അറ്റംപ്റ്റ് അതല്ലെങ്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് അതല്ലെങ്കിൽ ആക്സിഡന്റ് കേസസ് അതല്ലെങ്കിൽ സ്വാഭാവികമല്ലാത്ത എന്തെങ്കിലും ഇഞ്ചുറീസ് ഇല്ലേ? പരിക്കുകൾ പറ്റിയിട്ടൊക്കെ കൊണ്ടുവരില്ലേ? ഈ ആളുകൾ തമ്മിൽ വാക്തർക്കങ്ങളൊക്കെ ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും പിടികൂടി അതല്ലെങ്കിൽ എന്തെങ്കിലും അസ്വാഭാവികമായ പരിക്കുകളൊക്കെ പറ്റിക്കൊണ്ടുവരില്ലേ? അങ്ങനെയുള്ള കേസുകളൊക്കെയാണ് മെഡിക്കോ ലീഗൽ കേസസ്. ക്ലിയർ ആയോ? ഇത് തേർഡ് വൺ ഒന്ന് പറയാമോ? തേർഡ് വൺ പ്രൊവൈഡ് എക്സെപ്ഷണൽ കസ്റ്റമർ സർവീസ്. നല്ല രീതിയിലുള്ള കസ്റ്റമർ സർവീസ് കൊടുക്കുക രോഗിയുടെ കൂടെ വന്നവർക്ക് അല്ലെങ്കിൽ രോഗിയുടെ സംശയങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ ഇൻഫോർമേഷൻ കൊടുക്കുക. അവർക്ക് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അതൊക്കെയാണ് കസ്റ്റമർ സർവീസ്. അത് നല്ല രീതിയിലായിരിക്കുക. ഗുഡ്സ് കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ ആയോ? 7th പോയിന്റോ? 7th coordinate with other health care executives for bed arrangements. എന്താണ്? ബെഡ് കാഷ്വാലിറ്റി തന്നെ ബെഡ് അറേഞ്ച്മെന്റ്സ് വേണം അല്ലെ? അതല്ലെങ്കിൽ ഈ വരുന്ന പേഷ്യൻസിന് അഡ്മിഷൻ ആക്കി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ബെഡ് വാർഡുകളോ റൂമുകളോ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ പോക്കോ ക്ഷമി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നമ്മുടെ ഈ പാഠം കഴിഞ്ഞുട്ടാ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ പകുതി വെച്ച് നിർത്തിയാക്കിയല്ലേ നിങ്ങൾക്ക്? കോഡ് ബ്ലൂ പറഞ്ഞാ എന്താ ഉദ്ദേശിക്കണം? കോഡ് ബ്ലൂ എന്ന് പറഞ്ഞാൽ ഈ കാർഡിയാക് അറസ്റ്റുമായി ഒരു പേഷ്യന്റിനെ കൊണ്ടുവരില്ലേ കാഷ്വാലിറ്റി
എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു കാർഡിയാക് അറസ്റ്റുമായ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നാൽ ഈ കാർഡിയാക് സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനും സ്റ്റാഫുകൾക്കൊക്കെ കൊടുക്കുന്ന ഒരു അലേർട്ടാണ് കോഡ് ബ്ലൂ. അപ്പൊ ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ചു പറയും കോഡ് ബ്ലൂ ആക്ടിവേറ്റഡ്, കോഡ് ബ്ലൂ ആക്ടിവേറ്റഡ്, കോഡ് ബ്ലൂ ആക്ടിവേറ്റഡ്. അതായത് കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു പേഷ്യന്റിനെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, എമർജൻസി ആയിട്ട് ആ സെക്ഷനിൽ വർക്ക് ചെയ്യുന്നവര് വരാൻ പറഞ്ഞിങ്ങാണ്ടാ പറയണേ കോഡ് ബ്ലൂ ആക്ടിവേറ്റഡ്, കോഡ് ബ്ലൂ ആക്ടിവേറ്റഡ്, കോഡ് ബ്ലൂ ആക്ടിവേറ്റഡ് എന്ന് 3 times വിളിച്ച് പറയും. അപ്പൊ ആ സെക്ഷനിൽ വർക്ക് ചെയ്യുന്നവർ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ട് ഈ കൊണ്ടുവരിക്കുന്ന പേഷ്യന്റിനെ എന്ത് ചെയ്യും, ട്രീറ്റ്മെന്റ് കൊടുക്കും. പെട്ടെന്ന് തന്നെ അവർക്ക് എത്തിച്ചേരാൻ പറ്റും. ഇത് വിളിച്ച് കേൾക്കുന്ന സ്പോട്ടിൽ തന്നെ അവര് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരും. ക്ലിയർ ആയോ? MLC ആണ്, സോറി ട്ടോ. അത് എഴുതിയപ്പോ തെറ്റു പറ്റിയതായിരിക്കും കേട്ടോ. ഓക്കെ. ഈ പാഠത്തിൽ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഫസ്റ്റ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ദിവസം തന്നില്ല, അതേപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം മോക്ക് ടെസ്റ്റിൽ അല്ലാത്ത. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യല. പകുതി എടുത്തില്ലേ? അതിലെങ്കിൽ റിപ്പീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? വേണ്ട. ബാക്കി എടുത്തോയാ പോരെ? മതി. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യല, ബാക്കി എടുക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കയറുമ്പോ ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോ, ക്ലിയർ ചെയ്ത് തരാം കേട്ടാ. ഇനി ക്വസ്റ്റ്യൻസ് ഒന്നും ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും തരുന്നില്ല. പോയോ? അഡീഷണൽ ക്വസ്റ്റ്യന് നെക്സ്റ്റ് ക്ലാസ്സിൽ തരാം. നെക്സ്റ്റ് ടീച്ചർ കയറാൻ ടൈം ആയില്ലേ? ഓക്കെ. ഓക്കെ.